ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ഡെബ്സ് PSC. ഇപ്പോൾ നമ്മൾ കോണിക് സെക്ഷനാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോണിക് സെക്ഷൻ്റെ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ എന്നൊക്കെ പറഞ്ഞു, ഒരു കോണിക് സെക്ഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ കുറച്ച് ടൈപ്സ് പഠിച്ചു. അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് കോണിക് സെക്ഷനാണ് നമുക്ക് ഉള്ളതെന്നും പഠിച്ചു. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മളൊരു ആനിമേഷൻ വീഡിയോ ഒക്കെ കണ്ട് പഠിച്ചു. അപ്പോൾ അത് വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് പോയി കാണണം. ഇത് കോണിക് സെക്ഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഏതുവരെയാണ് നിർത്തിയത്? നമ്മൾ ഒരു എലിപ്സിൻ്റെ കുറച്ച് ടേംസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ കോഡ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫോക്കൽ കോഡ് പറഞ്ഞു, ഓർഡിനേറ്റ് പറഞ്ഞു, ഡബിൾ ഓർഡിനേറ്റ് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഡബിൾ ഓർഡിനേറ്റ് എന്താണെന്ന് പറഞ്ഞു. ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓർഡിനേറ്റ് തന്നെ മീറ്റ് ചെയ്യുന്നത്, അതായത് കോണിക് സെക്ഷന് ഒരിക്കൽ കൂടെ മീറ്റ് ചെയ്ത്, അതായത് ഇത്രയും ഭാഗമാണ് ഓർഡിനേറ്റ്. ഈ ഓർഡിനേറ്റ് ഇങ്ങനെ മീറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഈ ഡബിൾ ഓർഡിനേറ്റ് ഈ ഒരു ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഈ ഡബിൾ ഓർഡിനേറ്റ് ഈ ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ എന്തോന്ന് പറയുന്നതാ? ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നു. എന്തോന്ന് പറയുന്നു? ലാറ്റസ് റെക്റ്റം. ഓക്കെ, ലാറ്റസ് റെക്റ്റം. ഈ ഡബിൾ ഓർഡിനേറ്റ് പാസിങ് ത്രൂ ഫോക്കസ് ഓഫ് ദ കോണിക്കിൻ്റെ ഫോക്കസിൽ കൂടെയാണ് ആ ഡബിൾ ഓർഡിനേറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്തോന്ന് പറയുന്നു? ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നു. ഈ ലാറ്റസ് റെക്റ്റം നമ്മുടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഓക്കെ, ഈ ലാറ്റസ് റെക്റ്റം നമ്മുടെ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലറും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഓർഡിനേറ്റ് പാസിങ് ത്രൂ ദ ഫോക്കസ് ഓഫ് ദ കോണിക് ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു മേജർ ആക്സിസ്. ഓക്കെ, ദെൻ അടുത്ത ടേമാണ് ആബ്സിസ. ആബ്സിസ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഓക്കെ, ആബ്സിസ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞു ഫോക്കസ് ആണ്. ഇതാണ് ഏത് പോയിന്റ്? വെർട്ടെക്സ് പോയിന്റ്. ഓക്കെ, വെർട്ടെക്സ് പോയിന്റ്. ഈ വെർട്ടെക്സ് മുതൽ ഓർഡിനേറ്റ് വരെയുള്ള ഇതാണ് ഓർഡിനേറ്റ്. സോ ഈ ഓർഡിനേറ്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? ആബ്സിസ എന്ന് പറയുന്നത്. ഓക്കെ, ആബ്സിസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് എലോങ് ദ ആക്സിസ് ബിറ്റ്വീൻ ദ വെർട്ടെക്സ് ഓഫ് ദ കോണിക് ആൻഡ് ദ പോയിന്റ് വെയർ ദ ഓർഡിനേറ്റ് കട്ട് ദ ആക്സിസ്. അതായത് ഈ ഓർഡിനേറ്റ്, ഇത് ഓർഡിനേറ്റ് ആണല്ലേ, ഇതാണ് ഓർഡിനേറ്റ്. ഈ ഓർഡിനേറ്റ് ഈ മേജർ ആക്സിസിനെ ഈ ഒരു പോയിന്റിലാണ് കട്ടാക്കിയത്, അല്ലെങ്കിൽ ടച്ച് ചെയ്തത്. സോ ഈ ഒരു പോയിന്റ് മുതൽ വെർട്ടെക്സ് വരെയുള്ള, ഈ ഒരു പോയിന്റ് മുതൽ ഓർഡിനേറ്റ് മേജർ ആക്സിസിനെ കട്ട് ചെയ്ത അല്ലെങ്കിൽ ടച്ച് ചെയ്ത പോയിന്റ് മുതൽ വെർട്ടെക്സ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? ആബ്സിസ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആബ്സിസ. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ആബ്സിസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർക്കണം. ഒന്നുകൂടെ പറയാം ഞാൻ. ഇതൊരു എലിപ്സ് ആണെന്ന് സങ്കല്പിക്കുക. ഇത് അതിൻ്റെ 2 ഫോക്കസ് പോയിന്റ് ആണ്. ഇത് അതിൻ്റെ മേജർ ആക്സിസ് ആണ്. മേജർ ആക്സിസിനെ നമുക്ക് വേറെയും രീതിയിൽ പറയാം. എന്താണ്? ലോങ് കോഡെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ലോങ് കോഡെന്ന് പറയാം, ലോങ് ഫോക്കൽ കോഡെന്ന് പറയാം. ഓക്കെ, മേജർ ആക്സിസിന് ലോങ് കോഡെന്ന് പറയാം. അതെങ്ങനെയാണ്? കോഡെന്ന് പറഞ്ഞാൽ എന്താണ്? എലിപ്സിൽ അല്ലെങ്കിൽ കോണിക്കിൽ 2 പോയിന്റിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ്. ഇവിടെ നമുക്ക് കാണാം ഈ ഒരു പോയിന്റിനെയും കണക്ട് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ ഫോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോഡ് തന്നെ ഫോക്കസ് എന്ന പോയിന്റിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെയാണ് ഫോക്കൽ കോഡ് എന്ന് പറയുന്നത്. ഇവിടെയും ഈ 2 പോയിന്റിലും കൂടെ പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ ഫോക്കസിലൂടെയും കടന്നു പോകുന്നുണ്ട്. സോ അതിനെ നമുക്ക് മേജർ ആക്സിസിന് നമുക്ക് ലോങ് ഫോക്കൽ കോഡ് എന്നും വേണമെങ്കിൽ പറയാം. ഓക്കെ, ഫോക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോഡ് തന്നെ ഫോക്കസിലൂടെ കടന്നു പോകുകയാണെങ്കിൽ അതിനെ ഫോക്കൽ കോഡ് എന്ന് പറയുന്നു. ദെൻ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കോണിക്കിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെ ഓർഡിനേറ്റ് എന്ന് പറയുന്നു. ദെൻ ഈ ഓർഡിനേറ്റ് തന്നെ നമ്മുടെ ഓപ്പോസിറ്റുള്ള കോണിക്കിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്തോന്ന് പറയുന്നു? ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഡബിൾ ഓർഡിനേറ്റ് എന്ന് പറയുന്നു. ഈ ഡബിൾ ഓർഡിനേറ്റ് ഫോക്കസിൽ കൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നു. ദെൻ അടുത്ത ടൈമാണ് ആബ്സിസ. ആബ്സിസ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടെക്സ് മുതൽ നമ്മുടെ ഈ ഓർഡിനേറ്റ് മേജർ ആക്സിസിനെ കട്ട് ചെയ്ത പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്തോന്ന് പറയുന്നത്? ആബ്സിസ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കോഡ് പറഞ്ഞു,
ഫോക്കൽ കോഡ് പറഞ്ഞു, ഓർഡിനേറ്റ് പറഞ്ഞു, ഡബിൾ ഓർഡിനേറ്റ് പറഞ്ഞു, ലാറ്റസ് റെക്ടം പറഞ്ഞു. ഓക്കെ, ഇനിയുള്ളൊരു ആബ്സിസ പറഞ്ഞു. ആബ്സിസ ഇതാ കിടപ്പുണ്ട്, ആബ്സിസ പറഞ്ഞു. ഇനിയൊരു ടേമാണ് അസിംപ്ടോട്ട്. ഇനി അടുത്ത് നമുക്ക് ഹൈപ്പർബോളയിലെ കുറച്ച് ടേംസ് കാര്യങ്ങൾ നോക്കാം. ഹൈപ്പർബോള, ഞാനിപ്പോൾ ഒരു ഹൈപ്പർബോള ഇവിടെ വരച്ച് കാണിക്കാം. ഓക്കെ, ഇതൊരു ഹൈപ്പർബോളയാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇത് രണ്ടും ഒരു പെയർ ഓഫ് ഹൈപ്പർബോളയാണ്. ഈ ഹൈപ്പർബോളയിൽ ഈ രണ്ട് ലൈൻസും, ഓക്കെ, ഈ രണ്ട് ലൈൻസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫിഗറിൽ നമ്മൾ കണ്ടല്ലോ, ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടല്ലേ, ഈ സ്ട്രെയിറ്റ് ലൈനെയാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു കോണിക് സെക്ഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫിക്സഡ് ലൈനിനെയാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ലൈനിനെയാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ ഫിക്സഡ് ലൈനാണ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു കോണിക് സെക്ഷനെ കൺസ്ട്രക്ട് ചെയ്യാനും അതുപോലെ ഡിഫൈൻ ചെയ്യാനുമാണ് ഒരു ഡയറക്ട്രിക്സ് എന്ന ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോക്കസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു കോണിക് സെക്ഷനെ ഡിഫൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈപ്പർബോളയിലോട്ട് വരാം. ഓക്കെ, ഇവിടെ ഞാനിപ്പോൾ ഹൈപ്പർബോള വരച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ രണ്ട് ലൈൻസും ഏതാണ്, ഇതിൻ്റെ ഡയറക്ട്രിക്സ് ആണ്. ഇവിടെ ഞാൻ ഒരു ടൈം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ പറയണത്. ഇവിടെ ഈ രണ്ട് ഹൈപ്പർബോളയ്ക്കും ടാൻജൻഷ്യലായിട്ട് നമ്മളൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ടാൻജൻഷ്യലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈനിനെയാണ് എന്തോന്ന് പറയുന്നതാ, അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. എന്തോന്ന് പറയുന്നു, അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു ടാൻജൻറ്റിനെയാണ് ഹൈപ്പർബോളയിൽ വരയ്ക്കുന്നതാണ് കേട്ടോ. ഹൈപ്പർബോളയിൽ വരയ്ക്കുന്ന ഒരു ടാൻജൻറ്റിനെയാണ് എന്തോന്ന് പറയുന്നത്, അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അസിംപ്ടോട്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ആക്സിസ് കാണാൻ പറ്റുമല്ലേ, ഈ ഒരു ആക്സിസ് ഞാനിവിടെ, ഓക്കെ, ഇവിടെ ഞാൻ ഒന്നുകൂടെ വരയ്ക്കാടാ. ഈ അസിംപ്ടോട്ട് എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഒരു സെൻറ്ററിൽ കൂടെ തന്നെ കടന്നു പോകും. ഓക്കെ, ഈ ഒരു സെൻറ്ററിൽ കൂടെ തന്നെ കടന്നു പോകും. ഓക്കെ, അതൊരു സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. ഓക്കെ, ഇത് രണ്ടും ഈ ഞാൻ വരച്ച ഈ ലൈൻസും സ്ട്രെയിറ്റ് ലൈനാണ്. ഈ ഒരു സെൻറ്ററിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത്. ആ രണ്ട് ലൈൻസിനെയാണ് എന്തോന്ന് പറയുന്നത്, അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലേ, ഈ ലൈനിനെയാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ് ഓഫ് പെയർ ഓഫ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ലൈനെയാണ് എന്തോന്ന് പറയുന്നത്, ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് ആക്സിസ് ഓഫ് എ പെയർ ഓഫ് ഹൈപ്പർബോള എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലൈൻ കാണുന്നുണ്ടല്ലേ, ഈ ഒരു ലൈനിനെയാണ് എന്തോന്ന് പറയുന്നത്, കോൺജുഗേറ്റഡ് ആക്സിസ് എന്ന് പറയുന്നത്. എന്തോന്ന് പറയുന്നു, കോൺജുഗേറ്റഡ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ഹൈപ്പർബോളയുടെ ടേംസ് ആണ് നമ്മൾ നോക്കുന്നത്. ഹൈപ്പർബോളയിൽ ഈ രണ്ട് ലൈൻസിന് നമ്മൾ എന്തോന്ന് പറയുന്നു, അസിംപ്ടോട്ട് എന്ന് പറയുന്നു. അത് ഈ ഒരു സെൻറ്ററിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഈ രണ്ട് ലൈൻസിന് നമ്മൾ എന്തോന്ന് പറയുന്നു, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നു. അതുപോലെ ഈ ലൈൻ ഏതാണ്, ട്രാൻസ്വേഴ്സ് ആക്സിസ് ഓഫ് എ പെയർ ഓഫ് ഹൈപ്പർബോളയാണ്. അതുപോലെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ലൈനിൻ്റെ പേരെന്താണ്, കോൺജുഗേറ്റഡ് ആക്സിസ് എന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് കോൺജുഗേറ്റഡ് ആക്സിസ്. ഈ ട്രാൻസ്വേഴ്സ് ആക്സിസ് ഈ കോൺജുഗേറ്റ് ആക്സിസിനെ പെർപെൻഡിക്കുലറി ബൈസെക്റ്റ് ആണ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബൈസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഹൈപ്പർബോളയിലെ ഈ രണ്ട് ലൈൻസിന് നമ്മൾ എന്തോന്ന് പറയുന്നു, ഡയറക്ട്രിക്സ് എന്ന് പറയുന്നു. ഈ ആക്സിസിനെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നു. ഈ ആക്സിസിനെ കോൺജുഗേറ്റഡ് ആക്സിസ് എന്ന് പറയുന്നു. ദെൻ ഇവിടെ ഈ ട്രാൻസ്വേഴ്സ് ആക്സിസ് കോൺജുഗേറ്റഡ് ആക്സിസ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്. ഈ രണ്ട് ലൈൻ, അതായത് ഇൻഫിനിറ്റി ആയിട്ട് നമ്മൾ ഹൈപ്പർബോളയിൽ വരയ്ക്കുന്ന ടാൻജൻറ്റിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്, അസിംപ്ടോട്ട് എന്ന് പറയുന്നത്. ഇനി ഈ അസിംപ്ടോട്ട് ഹൈപ്പർബോളയിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എവിടെയാണ്, ഈ സെൻറ്ററിലാണല്ലേ. അതാണ് ഞാനിവിടെ സെൻറ്റർ മാറ്റി വെച്ചത്. ഈ സെൻറ്ററിലാണ് ഈ അസിംപ്ടോട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത്. ഈ അസിംപ്ടോട്ടിൻ്റെ ആംഗിൾ, ഇതിപ്പോൾ ഈ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി അല്ല. 90 ഡിഗ്രി അല്ല, ഞാൻ കറക്റ്റ് 90 ഡിഗ്രി അല്ല വരച്ചിരിക്കുന്നത്.
ഇത് അസിംപ്ടോട്ടിൻ്റെ ആംഗിൾ, ഈ ആംഗിൾ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തോന്ന് വിളിക്കാറാ? ഈ ആംഗിൾ ഈ ആംഗിളും അതുപോലെ തന്നെ ഈ ആംഗിളും 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തോന്ന് വിളിക്കാം? റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ഹൈപ്പർബോള എന്ന് വിളിക്കാം. അസിംപ്ടോട്ടിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ അസിംപ്ടോട്ടിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ എന്തോന്നൊക്കെ വിളിക്കാം നമുക്ക്? റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ഹൈപ്പർബോള എന്ന് നമുക്ക് വിളിക്കാം. ഇനി എസെൻട്രിസിറ്റിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. എസെൻട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞു. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എസെൻട്രിസിറ്റി അല്ല, ഡയറക്ട്രിക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫിക്സഡ് ലൈനാണ്. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതൊരു ഫിക്സഡ് ലൈനാണ്. അതെന്തിനാണുള്ളത്? കോണിക് സെക്ഷനെ ഫോം ചെയ്യാനും ഡിഫൈൻ ചെയ്യാനും, കോണിക് സെക്ഷനെ കൺസ്ട്രക്ട് ചെയ്യാനും ഡിഫൈൻ ചെയ്യാനുമുള്ള ഒരു ഫിക്സഡ് ലൈനിനെയാണ് നമ്മൾ ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ട ഒരു ടേമാണ് എസെൻട്രിസിറ്റി. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോ ആണ്. ഞാനിവിടെ ഈ ഒരു ഡയഗ്രത്തിൽ ഈ ഒരു പോയിന്റിനെ പി എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ ഒരു പോയിന്റിനെ പി എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ പി എന്ന പോയിന്റും ഈ എഫ് എന്ന പോയിന്റും അതാണ് പി എഫ്. ഡിവൈഡഡ് ബൈ ഈ പി എന്ന പോയിന്റും ഡയറക്ട്രിക്സിലുള്ള ഈ ഒരു പോയിന്റും, അതായത് ഇവിടെ പെർപെൻഡിക്കുലർ ആയിരിക്കണം, 90 ഡിഗ്രി ആയിരിക്കണം, അതായതാണ് പി ഡി. ഈ ഒരു റേഷ്യോവിനെയാണ് എന്തോന്ന് പറയുന്നത്? എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് അറ്റ് എ പോയിന്റ് ഇൻ കോണിക് ഫ്രം ഫോക്കസ്. അതായത് കോണിക്കിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റും ഫോക്കസ് പോയിന്റും നമ്മൾ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡയറക്ട്രിക്സ് അറ്റ് എ പോയിന്റ്. ഈ ഡയറക്ട്രിക്സിൽ നിന്ന് പെർപെൻഡിക്കുലർ, അതായത് പി എന്ന പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലോട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാൽ ഈ ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോവിനെയാണ് ഏതെന്ന് പറയുന്നത്? എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അതായത് പി എഫ് ബൈ പി ഡി. പി എന്ന് പറഞ്ഞാൽ ഈ കോണിക്കിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റാണ് പി. ആ പി എന്ന പോയിന്റും ഫോക്കസുമായിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനും അതേ സെയിം പോയിന്റായ പിയും ഡയറക്ട്രിക്സിലുള്ള ഡി എന്ന പോയിന്റും ചേർത്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ രണ്ട് ലൈൻസും തമ്മിലുള്ള റേഷ്യോവിനെയാണ് എന്തോന്ന് പറയുന്നത്? ആ രണ്ട് ലൈൻസിൻ്റെയും ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള റേഷ്യോവിനെയാണ് എന്തോന്ന് പറയുന്നത്? എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഈ ഡയറക്ട്രിക്സ് പി എന്ന ലൈനായിട്ട് 90 ഡിഗ്രി ആയിരിക്കണം. ആ ഒരു കണ്ടീഷൻ കൂടെ അവിടെയുണ്ട്. ഇനി നമുക്ക് ഇതൊരു വെർട്ടക്സ് ആണ്, ഇത് ഫോക്കസ് ആണ്. നമുക്ക് ഈ ഒരു എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ടൈമിലും പറയാം, വി എഫ് ബൈ വി ഡി എന്നും പറയാം. ഈ ഒരു പോയിന്റ് ഡി എന്ന് നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വി എഫ് ബൈ വി ഡി എന്ന് നമുക്ക് പറയാം. വി എഫ് ബൈ വി ഡി എന്ന് നമുക്ക് എസെൻട്രിസിറ്റിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. കാരണം എന്താണ്? ഈ വി എന്ന് പറയുന്നത് ഈ ഒരു കോണിക്കിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്. ദെൻ അതുപോലെ ഫോക്കസുമായിട്ട് കണക്ട് ചെയ്ത ലൈനാണ്, ഡിസ്റ്റൻസിനാണ് വി എഫ് എന്ന് പറയുന്നത്. ദെൻ ഈ സെയിം പോയിന്റ് തന്നെയാണ് വി മുതൽ ഡയറക്ട്രിക്സ് വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിന് നമുക്ക് വി ഡി എന്ന് എടുത്തു കഴിഞ്ഞാൽ എസെൻട്രിസിറ്റി നമുക്ക് വി എഫ് ബൈ വി ഡി എന്നും ഡിഫൈൻ ചെയ്യാം. അപ്പോൾ പി എഫ് ബൈ പി ഡി എന്നതും വി എഫ് ബൈ വി ഡി എന്ന രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻസ് നോക്കാം. ഡയറക്ട്രിക്സ് എന്താണെന്ന് പറഞ്ഞു. ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലൈൻ യൂസ്ഡ് ടു കൺസ്ട്രക്ട് ആൻഡ് ഡിഫൈൻ എ കോണിക് സെക്ഷൻ. കോണിക് സെക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ഫിക്സഡ് ലൈനിനെയാണ് ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത്. എസെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് അറ്റ് എ പോയിന്റ് ഇൻ കോണിക് ഫ്രം ഫോക്കസ്. കോണിക്കിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റും ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഡയറക്ട്രിക്സ് അറ്റ് എ പോയിന്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കോണിക്കിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റും ഫോക്കസ് വരെയുള്ള പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസും നമ്മൾ സെയിം പോയിന്റ്, അതായത് പി മുതൽ എഫ് വരെ നമ്മൾ പോയിന്റ് പറഞ്ഞല്ലോ, ആ പി എന്ന പോയിന്റും ഡയറക്ട്രിക്സ് വരെയുള്ള ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോവിനെയാണ് എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത് പി എഫ് ബൈ പി ഡി എന്ന് പറഞ്ഞു. പി എഫ് ബൈ പി ഡി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? വി എഫ് ബൈ വി ഡി എന്ന് പറയും. ഇനി ഫോക്കസ് എന്താണെന്ന് പറഞ്ഞു. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് ആണ്. നമുക്കത് നമ്മുടെ കോണിക് സെക്ഷനെ കൺസ്ട്രക്ട് ചെയ്യാനും ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതാണ് ഈ ഒരു ടേബിൾ. ഈ ഒരു ടേബിളിലുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പറയുന്നത് എന്താണ്? എലിപ്സിൻ്റെയും പരാബോളയുടെയും ഹൈപ്പർബോളയുടെയും എസെൻട്രിസിറ്റിയും ഡയറക്ട്രിക്സും ഫോക്കസുമാണ് പറയുന്നത്.
എലിപ്സിൻ്റെത് എങ്ങനെയാണ്? ലെസ് ദാൻ 1 ആയിരിക്കും എസെൻട്രിസിറ്റി. എലിപ്സിൻ്റെ എസെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും. ഡയറക്ട്രിക്സും ഫോക്കസും എങ്ങനെയായിരിക്കും? 2 ആയിരിക്കും. ഇനി പരാബോളയിൽ എങ്ങനെയായിരിക്കും? എസെൻട്രിസിറ്റി ഈക്വൽ ടു 1 ആയിരിക്കും. ഡയറക്ട്രിക്സും ഫോക്കസും 1 ആയിരിക്കും. ഹൈപ്പർബോളയിൽ ഹയർ ആയിരിക്കും. സോ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അങ്ങനെ ഓർമ്മിച്ചിരുന്നാൽ മതി. ഹൈപ്പർബോളയിൽ ഹയർ ആയിരിക്കും. സോ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഡയറക്ട്രിക്സും ഫോക്കസും 2 തന്നെയാണ്. ഓക്കെ, ഇവിടെ എലിപ്സിൻ്റെത് എസെൻട്രിസിറ്റി ലെസ് ദാൻ 1 ആണ്. ഹൈപ്പർബോളയിലത് എസെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. എലിപ്സിൻ്റെയും ഹൈപ്പർബോളയിലതും ഡയറക്ട്രിക്സും ഫോക്കസും 2 തന്നെയാണ്. ഇനി പരാബോളയിലത് എസെൻട്രിസിറ്റി ഈക്വൽ ടു 1 ആണ്. ഡയറക്ട്രിക്സും ഫോക്കസും 1 ആണ്. ഓക്കെ, ആ ഒരു രീതിയിൽ ആ വേലി ഓർത്ത് വച്ചിരിക്കണം. ഇനി നമ്മളിവിടെ സർക്കിളിൻ്റെ കാര്യം പറയുന്നുണ്ട്. സർക്കിളിന് എസെൻട്രിസിറ്റി 0 ആണ്. ഓക്കെ, സർക്കിളിൻ്റെ എസെൻട്രിസിറ്റി എങ്ങനെയാണ്? 0 ആണ്. സർക്കിളിൻ്റെ എസെൻട്രിസിറ്റി എങ്ങനെയാണ്? 0 ആണ്. അതുപോലെ ഡയറക്ട്രിക്സ്, സർക്കിളിൻ്റെ തന്നെ ഡയറക്ട്രിക്സ് എത്രയാണ്? 2 ആണ്. ഓക്കെ, ആ 2 പോയിന്റ് കൂടെ ആഡ് ചെയ്യണം. സർക്കിളിൻ്റെ എസെൻട്രിസിറ്റി എങ്ങനെയാണ്? 0 ആണ്. ഡയറക്ട്രിക്സ് 2 ആണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അസിംഡോട്ട് അല്ലേ? അസിംഡോട്ട് 2 പോയിൻ്റാണത്. അസിംഡോട്ട് ഓഫ് ഹൈപ്പർബോള ഇൻ്റർസെക്റ്റ് അറ്റ് സെൻറ്ററിലാണ് ഹൈപ്പർബോളയുടെ അസിംഡോട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഓക്കെ, ഇതാണ് സെൻറ്റർ. ആ സെൻറ്ററിലാണ് അസിംഡോട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു പോയിന്റ് പറയുന്നത് ദ സം ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പോയിന്റ് ഓൺ ദ എലിപ്സ് ആൻഡ് the two focal point is constant and it is equal to the total length of major axis. എന്ന് പറഞ്ഞാലടാ, നമ്മളിവിടെ ഈ ഒരു എലിപ്സ് വരച്ചല്ലോ. ഈ എലിപ്സിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ്, അതായത് ഈ കോണിക്കിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റും, ഓക്കെ, ഈ ഒരു പോയിന്റിന് ഞാനിപ്പോൾ എടുക്കുകയാണ്. കോണിക്കിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റും ആ പോയിന്റിലെന്ന് രണ്ട് ഫോക്കസിലേക്കുള്ള ഈ ലൈൻ്റെയും ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ മേജർ ആക്സിസിൻ്റെ ടോട്ടൽ ലെങ്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അതാണ് പറയുന്നത് ദ സം ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി പോയിന്റ് ഓൺ ദ എലിപ്സ്. ഈ എലിപ്സിലുള്ള ഏതെങ്കിലും ഒരു എനി പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. എനി പോയിന്റ് ഓൺ ദ എലിപ്സ് ആൻഡ് ദ ടു ഫോക്കൽ പോയിന്റ്. 2 ഫോക്കൽ പോയിന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതൊരു ഫോക്കൽ പോയിന്റാണ്, ഇതൊരു ഫോക്കൽ പോയിന്റാണ്. ഈ 2 ഫോക്കൽ പോയിന്റിനെയും കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, ഓക്കെ, ഈ ലൈൻ്റെയും ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഈ മേജർ ആക്സിസിൻ്റെ ടോട്ടൽ ലെങ്തിന് ഈക്വൽ എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ആ ഒരു ടൈം കൂടെ അവിടെ ഓർത്ത് വെച്ചിരിക്കണം. അത്രയാണ് നമ്മുടെ കോണിക് സെക്ഷനിലുള്ള പോർഷൻ. ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസ്. ഈ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസ് എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പോളിഗൺസിൻ്റെതായാലും അതുപോലെ പോളിഹെഡ്രോൺസിൻ്റെതായാലും 2Dയിലും നമുക്ക് 3Dയിലും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ എക്സാമിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, the process of unfolding all the surfaces on a plane. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് അൺഫോൾഡിങ് ഓൾ ദ സർഫേസസ് ഓൺ എ പ്ലെയിൻ. അതായത് നമ്മളിപ്പോൾ ഒരു 3D ഫിഗർ, ഇപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ പേസ്റ്റൊക്കെ വാങ്ങുമ്പോൾ ആ പേസ്റ്റിൻ്റെ കൂട് കാണാറുണ്ടല്ലേ, ഏകദേശം ഓക്കെ ഈ ഒരു ഷേപ്പിലൊക്കെ ഇരിക്കുമല്ലേ, ഇതേപോലൊരു ഷേപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. ആ ഒരു ഷേപ്പിനെ അല്ലെങ്കിൽ ആ ഒരു 3D ഒബ്ജക്റ്റിനെ നമ്മൾ അൺഫോൾഡ് ചെയ്യുന്നു. അതിൻ്റെ ഗമ്മൊക്കെ വെച്ച് ഒട്ടിച്ചിരിക്കുന്നത് ഇളക്കിയിട്ട് നമ്മളതിനെ അൺഫോൾഡ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നോക്കുന്നത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളൂ. എക്സാമിന് മുമ്പേ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ നോക്കുന്നത്. അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് സർഫേസ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് അൺഫോൾഡിങ് ഓൾ ദ സർഫേസ് ഓൺ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലുള്ള എല്ലാ സർഫേസും നമ്മൾ അൺഫോൾഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തോന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അങ്ങനെ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിലാദ്യത്തെ മെത്തേഡാണ് പാരലൽ ലൈൻ മെത്തേഡ്. ഓക്കെ, ഏതാണ് പാരലൽ ലൈൻ മെത്തേഡ്? ഒബ്ജക്റ്റ് വിത്ത് യൂണിഫോം ക്രോസ് സെക്ഷൻ ക്യാൻ ബി ഡെവലപ്ഡ്. ഓക്കെ, അതാണ് ഈ പാരലൽ ലൈൻ മെത്തേഡിൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ടും യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിസത്തിനാണ് നമ്മൾ ഈ ഒരു പാരലൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്.
അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറും ക്യൂബോയിഡുമാണ്. സിലിണ്ടർ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളും കിട്ടും, അതുപോലെ 2 സർക്കിളും കിട്ടും. ഓക്കെ, അതാണ് ഈ ഒരു ലാസ്റ്റ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സർക്കിൾ കൂടെ ഉണ്ട് കേട്ടോ. ഇതൊരു സിലിണ്ടർ ഷേപ്പാണ്. ഈ സിലിണ്ടർ ഷേപ്പിനെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സർക്കിൾ ഉണ്ടാവും, അതുപോലെ ഇവിടെ ഒരു സർക്കിൾ ഉണ്ടാവും. പിന്നെ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഈ ഒരു വലിയൊരു റെക്റ്റാങ്കിളാണ് നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ ക്യൂബോയിഡും. ഓക്കെ, ക്യൂബോയിഡും അതുപോലെ തന്നെയാണ്. ക്യൂബിനെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂബോയിഡിനെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും? ഒരു 4 റെക്റ്റാങ്കിളും കിട്ടും, 2 സ്ക്വയറും കിട്ടും. ഓക്കെ, ക്യൂബോയിഡിനെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 റെക്റ്റാങ്കിൾ കിട്ടും, 2 സ്ക്വയറും കിട്ടും. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതൊരു ക്യൂബോയിഡാണ്. ഇതിനെ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ കിട്ടും. ഓക്കെ, ഇവിടെയും 2 സ്ക്വയർ കിട്ടും. ബാക്കി നമുക്ക് 4 റെക്റ്റാങ്കിൾ പീസായിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ സർഫേസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു പോർഷൻ നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് പാരലൽ ലൈൻ മെത്തേഡ്. യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു പാരലൽ ലൈൻ മെത്തേഡ് കൊണ്ട് അൺഫോൾഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ കോമൺ ആയിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്നത് പ്രിസത്തിലാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ അതിനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറാണ്. സിലിണ്ടർ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്റ്റാങ്കിളും കിട്ടും, ഒരു റെക്റ്റാങ്കിളും കിട്ടും, 2 സർക്കിളും കിട്ടും. അതുപോലെ ക്യൂബോയിഡ് ആണെങ്കിൽ 4 റെക്റ്റാങ്കിളും കിട്ടും, 2 സ്ക്വയറും കിട്ടും. ദെൻ നെക്സ്റ്റ് മെത്തേഡാണ് റേഡിയൽ ലൈൻ മെത്തേഡ്. ഓക്കെ, ഈ റേഡിയൽ ലൈൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോണിലും പിരമിഡിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏതിലാണ്? കോണിലും പിരമിഡിലുമാണ് നമ്മൾ ഈ റേഡിയൽ ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് കോണിനെ നമ്മൾ എങ്ങനെയാണ് കോണിനെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്ടറും കിട്ടും, ഒരു സർക്കിളും കിട്ടും അല്ലേ? സെക്ടർ, ഇതാണ് കോണ്. ഓക്കെ, ഈ കോണിനെ നമ്മൾ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു സർക്കിളും കിട്ടും, അതേപോലെ ഈ ഒരു പോർഷനായ ഒരു സെക്ടറും കിട്ടും. ദെൻ പിരമിഡ് ആണെങ്കിലോ, പിരമിഡ് നമുക്ക് അൺഫോൾഡ് ചെയ്യുമ്പോൾ ട്രയാങ്കിൾ ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് റേഡിയൽ ലൈൻ മെത്തേഡ്. ദെൻ അടുത്തതാണ് അപ്രോക്സിമേറ്റ് മെത്തേഡ്. അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫിയറോ അല്ലെങ്കിൽ എലിപ്സോയിഡോ പാരാബോളോയിഡോ ഹൈപ്പർബോളോയിഡോ ഇതൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്ഫിയർ, എലിപ്സോയിഡ്, പരാബോളോയിഡ്, ഹൈപ്പർബോളോയിഡ്. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അപ്രോക്സിമേറ്റഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതിൽ തന്നെ സ്പിയറിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡുണ്ട്. ഓക്കെ, സ്പിയറിനാണെങ്കിൽ 2 മെത്തേഡ് പറയുന്നുണ്ട്. അതിലൊരു മെത്തേഡാണ് സോൺ അല്ലെങ്കിൽ പോളികോണിക് മെത്തേഡ്. ഓക്കെ, ഏതൊക്കെയാണ് പേര്? പോളികോണിക് മെത്തേഡ് അല്ലെങ്കിൽ സോൺ എന്ന് പറയുന്നു. അതുപോലെ രണ്ടാമത്തെ മെത്തേഡാണ് പോളിസിലിണ്ട്രിക് മെത്തേഡ് അല്ലെങ്കിൽ ലൂൺ ഓർ ഗോർ മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, പോളിസിലിണ്ട്രിക് മെത്തേഡ് അല്ലെങ്കിൽ ലൂൺ ഓർ ഗോർ മെത്തേഡ്, ഇത് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ മെത്തേഡ് മാത്രമേ ചോദിക്കാറുള്ളൂ. അതായത് പ്രിസത്തിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, അതുപോലെ അതിൻ്റെ എക്സാമ്പിൾ ചോദിക്കാം. അതുപോലെ കോണിനും പിരമിഡും ആണെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എക്സാമ്പിൾ അങ്ങനെ ഒരു രീതിയിലാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അപ്രോക്സിമേറ്റ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? സ്ഫിയറിനും എലിപ്സോയിഡിനും പാരാബോളോയിഡിനും ഹൈപ്പർബോളോയിഡിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ സ്ഫിയറിനുള്ള 2 മെത്തേഡാണ് സോൺ അല്ലെങ്കിൽ പോളികോണിക് മെത്തേഡ് എന്ന് പറയാം, പോളിസിലിണ്ട്രിക് അല്ലെങ്കിൽ ലൂൺ അല്ലെങ്കിൽ ഗോർ മെത്തേഡ് എന്ന് പറയാം. ദെൻ അടുത്തതാണ് ട്രയാങ്കുലേഷൻ മെത്തേഡ്. ട്രയാങ്കുലേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസിഷണൽ സെക്ഷൻ. അതായത് ഇപ്പോൾ ഈ ഒരു ടൈപ്പ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇതൊരു നമുക്കറിയാം ഒരു ടാപ്പേഡ് ഷേപ്പാണ് അല്ലേ? ടാപ്പേഡ് ഷേപ്പ് സെക്ഷനിൽ നമ്മൾ ഇതുപോലെ ഇതിനെ ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിനെ അൺഫോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രയാങ്കുലേഷൻ മെത്തേഡ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രാൻസിഷണൽ സെക്ഷൻസിനാണ് നമ്മളത് ട്രയാങ്കുലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ടെട്രാഹെഡ്രോൺ പറയുന്നുണ്ട്. ഓക്കെ, ഏതാണടാ? ഓക്കെ, ടെട്രാഹെഡ്രോൺ പറയുന്നുണ്ട്, അതുപോലെ ഒക്ടാഹെഡ്രോൺ പറയുന്നുണ്ട്, അതുപോലെ ഐക്കോസാഹെഡ്രോൺ പറയുന്നുണ്ട്. ഓക്കെ, ഇത് എന്തൊക്കെയാണ് നമുക്ക് താഴോട്ട് നോക്കാം. അപ്പോൾ ട്രയാങ്കുലേഷൻ മെത്തേഡിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ടെട്രാഹെഡ്രോൺ പറയുന്നുണ്ട്, ഒക്ടാഹെഡ്രോൺ, അതുപോലെ ഐക്കോസാഹെഡ്രോൺ, ICOSAHEDRON ആണ് കേട്ടോ. ഐക്കോസാഹെഡ്രോൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സോളിഡ്സ് ഫോംഡ്, അതായത് അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് സോളിഡ്സ് ഫോംഡ് ബൈ ദ റെവല്യൂഷൻ. ഓക്കെ, സോളിഡ്സ്
ഫോംഡ് ബൈ ദ റവല്യൂഷൻ. അതായത് ഒരു 2D ഫിഗറിൽ നിന്നും ഒരു 2D ഫിഗറിൽ നിന്നും ഒരു സോളിഡ് ഫോം ചെയ്യുന്ന അതിൻ്റെ 2D ഫിഗറിൻ്റെ റെവല്യൂഷനാണ് നമ്മൾ അടുത്ത് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്സിസ് ആണ്, അതിലൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു റൈറ്റ് ആംഗിളിനെ നമ്മൾ റെവല്യൂഷൻ ചെയ്യുമ്പോൾ, അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? ഒരു കോൺ ഫോം ചെയ്യും. അതാണ് പറയുന്നത്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന് റെവല്യൂഷൻ പറ്റുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്? കോൺ ഫോം ചെയ്യും. അതുപോലെ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിലോ, റെക്റ്റാങ്കുലർ ആണെങ്കിൽ എങ്ങനെ വരും? റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ വരും. ഇതിനെ നമ്മൾ റെവല്യൂഷൻ ചെയ്യുമ്പോൾ എങ്ങനെ വരുവാടാ? നമുക്കൊരു സിലിണ്ടർ ഫോം ചെയ്യുള്ളൂ. ഒരു റെക്റ്റാങ്കിളിന് റെവല്യൂഷൻ പറ്റുമ്പോൾ സിലിണ്ടർ ഫോം ചെയ്യും. ഇനി സെമി സർക്കിൾ ആണെങ്കിലോ? സെമി സർക്കിൾ ആണെങ്കിൽ എങ്ങനെ വരും? സെമി സർക്കിൾ ആണെങ്കിൽ ഇതാണ് ഒരു സെമി സർക്കിൾ. ഈ സെമി സർക്കിളിന് എവല്യൂഷൻ പറ്റുമ്പോൾ എന്തോ ഫോം ചെയ്യും? ഒരു സ്ഫിയർ ഫോം ചെയ്യും. ഒരു സ്ഫിയർ ഫോം ചെയ്യും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൽ നോക്കാനുള്ളത്. ദെൻ അടുത്ത് നമുക്ക് നോക്കാനുള്ളതാണ് ജോമെട്രിക്കൽ ഫിഗറാണ്. ഒരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒട്ടനേകം കാര്യങ്ങൾ നമുക്കിവിടെ കുറേ അധികം കാര്യങ്ങൾ ഉള്ളതാണ്. ഞാനതിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ള. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് ഇതിൽ ഞാൻ പറയുന്നത്. നമുക്കറിയാം പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിഗൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻസ്, കുറേ സ്ട്രെയിറ്റ് ലൈൻസ് ബൗണ്ട് ചെയ്തുള്ള ഒരു പ്ലെയിൻ ഫിഗറിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻസ്, അതായത് ഇറ്റ് ഈസ് എ പ്ലെയിൻ ഫിഗർ സറൗണ്ടഡ് ബൈ ഓർ ബൗണ്ടഡ് ബൈ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. സ്ട്രെയിറ്റ് ലൈൻസ് ബൗണ്ട് ചെയ്തുള്ള ഒരു ഷേപ്പിനെയാണ്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഫിഗറിനെയാണ് എന്തോന്ന് പറയുന്നത്? പോളിഗൺ എന്ന് പറയുന്നത്. അതിൽ 11 സൈഡുള്ളതിനെ നമ്മൾ ഹെൻ ഡെക്കഗൺ എന്ന് പറയുന്നു. 11 സൈഡുള്ളതിനെ ഹെൻ ഡെക്കഗൺ എന്ന് പറയുന്നു. 12 സൈഡുള്ളതിനെ ഡോഡെക്കഗൺ എന്ന് പറയുന്നു. 20 സൈഡുള്ളതിനെ ഐസോസാഗൺ എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഐസോസാഗൺ എന്ന് പറയുന്നു. ദെൻ 100 സൈഡുള്ളതിനെ ഹെക്ടഗൺ എന്ന് പറയുന്നു. 15 സൈഡുള്ളതിനെ പെൻറ്റാഡെക്കഗൺ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. 11 സൈഡ് പോളിഗണിൻ്റെ കാര്യമാണ് പറയുന്നത്. പോളിഗണിൻ്റെ കാര്യമാണ് പറയുന്നത്. 11 സൈഡുള്ള പോളിഗണിനെ ഹെൻഡെക്കഗൺ എന്ന് പറയുന്നു. 12 അതായത് നമുക്ക് 3 സൈഡുള്ളത് ട്രയാങ്കിൾ, 4 സൈഡുള്ളത് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നു. അതുപോലെ 6 സൈഡുള്ളതിനെ ഹെക്സഗണൽ എന്ന് പറയുന്നു. ഹെപ്റ്റഗൺ, ഒക്ടഗൺ, ഡെക്കഗൺ, നൊണ്ടഗൺ, അതൊക്കെ നമുക്കറിയാം. അത് 11 സൈഡുള്ളതിനാണ് ഹെൻ ഡെക്കഗൺ എന്ന് പറയുന്നത്. 12 സൈഡുള്ളതിനാണ് ഡോഡെക്കഗൺ എന്ന് പറയുന്നു. 20 സൈഡുള്ളതിനെ ഐസോസഗൺ എന്ന് പറയുന്നു. 100 സൈഡുള്ളതിനെ ഹെക്ടഗൺ എന്ന് പറയുന്നു. 15 സൈഡുള്ളതിനെ പെൻഡെക്കഗൺ എന്ന് പറയുന്നു. അത്രയാണ് പോളിഗണിൽ നോക്കാനുള്ളത്. പോളിഗൺ ഞാൻ പറഞ്ഞു, ഒരു സ്ട്രെയിറ്റ് ലൈൻസ്, കുറേ നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ബൗണ്ട് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന പ്ലെയിൻ ഫിഗറിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. ഇനി പോളിഹെഡ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ നമ്പർ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ് ബൗണ്ട് ചെയ്ത് ഫോം ചെയ്യുന്നതിനെയാണ് പോളിഹെഡ്രോൺസ് എന്ന് പറയുന്നത്. പോളിഹെഡ്രോൺസിന് എക്സാമ്പിളാണ് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതൊക്കെ. ഇതൊരു പോളിഹെഡ്രോൺസ് ആണ്. ഈ ഒരു പ്ലെയിൻ ഫിഗറാണ്. ഇതൊരു ട്രയാങ്കിളാണ്. ഈ ഒരു ട്രയാങ്കിൾ പോലുള്ള കുറച്ചധികം ട്രയാങ്കിൾ ചേർന്നിട്ടാണ് ഈ ഒരു പോളിഹെഡ്രോൺസ് ഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഷേപ്പും. ഇവിടെ പെൻഡഗണിൻ്റെ ഷേപ്പിലാണ്. ഇതൊരു പെൻഡഗണാണ്. അതുപോലുള്ള കുറേ നമ്പർ ഓഫ് പെൻഡഗൺ ചേർന്നിട്ടാണ് ഈ ഒരു ഷേപ്പ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. ഇതുപോലുള്ള ഷേപ്പിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? പോളിഹെഡ്രോൺസ് എന്ന് പറയുന്നത്. അപ്പം പോളിഗണും പോളിഹെഡ്രോൺസും തമ്മിൽ തിരിഞ്ഞു പോകല്. പോളിഗൺ എന്ന് പറയാൻ എന്താണ്? ഒരു നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ബൗണ്ട് ചെയ്തിട്ടുള്ള പ്ലെയിൻ ഫിഗറിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. പോളിഹെഡ്രോൺസ് എന്ന് പറയാൻ എന്താണടാ? കുറേ നമ്പർ ഓഫ് പ്ലെയിൻ ഫിഗറുകൾ തമ്മിൽ ബൗണ്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സോളിഡ് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ സോളിഡ് ഒബ്ജക്റ്റിനെയാണ് പോളിഹെഡ്രോൺസ് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് നോക്കാനുള്ളതാണ് ടെട്രാഹെഡ്രോൺ എന്ന് പറഞ്ഞാൽ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുള്ള സോളിഡ് ഒബ്ജക്റ്റിനെയാണ് ടെട്രാഹെഡ്രോൺ എന്ന് പറയുന്നത്. ഏതാണ് ടെട്രാഹെഡ്രോൺ എന്ന് പറഞ്ഞാൽ? 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ചേർന്നിട്ടുള്ളതാണ് ടെട്രാഹെഡ്രോൺ. ഇനി ക്യൂബിനെ നമുക്ക് ഹെക്സാഹെഡ്രോൺ എന്നാണ് പറയുന്നത്. അതിന് എത്ര സ്ക്വയർ ഉണ്ടാവും? 6 സ്ക്വയേഴ്സ് ഉണ്ടാവില്ലേ? 6 സ്ക്വയർ ചേർന്ന ഫിഗർ ഏതാണ്ടാ? ഹെക്സാഹെഡ്രോൺ ആണ്. അതുപോലെ 8 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്തതാണ് ഒക്ടാഹെഡ്രോൺ. ഏതൊക്കെയാണ്? 8 ഇക്വിലാറ്ററൽ ചേർന്ന് ഫോം ചെയ്യുന്നതാണ് ഒക്ടാഹെഡ്രോൺ.
12 പെൻറ്റഗൺ ചേർന്ന് ഫോം ചെയ്യുന്നതാണ് ഡോഡെക്കാഹെഡ്രോൺ. ഓക്കെ, നിങ്ങൾ ഇത്രയും ഞാൻ ഈ നോട്ടിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെങ്കിലും പഠിച്ചുകൊണ്ട് വേണം എക്സാമിന് പോകാൻ. 12 പെൻറ്റഗൺ ഫോം ചെയ്യുന്നത് ഏതാണ്? ഡോഡെക്കാഹെഡ്രോൺ. 20 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കൊണ്ട് ഫോം ചെയ്യുന്നതാണ് ഐക്കോസാഹെഡ്രോൺ. ഓക്കെ, 20 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതാണ് ഏതാടാ? ഐക്കോസാഹെഡ്രോൺ. അപ്പോൾ ഓക്കെ, ഇപ്പോൾ 4 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ടെട്രാഹെഡ്രോൺ എന്ന് പറയുന്നു. 6 സ്ക്വയർ ആണെങ്കിൽ നമുക്കതിനെ ക്യൂബ് എന്ന് പറയാം, അതുപോലെ ഹെക്സാഹെഡ്രോൺ എന്ന് പറയാം. ദെൻ 8 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഒക്ടാഹെഡ്രോൺ എന്ന് പറയാം. 12 പെൻറ്റഗൺ ആണെങ്കിൽ ഡോഡെക്കാഹെഡ്രോൺ എന്ന് പറയാം. 20 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഐക്കോസാഹെഡ്രോൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, ഈ ഒരു ഫിഗറാണ്. ഓക്കെ, ഇതാണ് ഏത് പറയുന്നത്? ടെട്രാഹെഡ്രോൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, രണ്ടാമത്തെ ട്രയാങ്കിൾ ഉണ്ട്, മൂന്നാമത്തെ ട്രയാങ്കിൾ, അവിടെ ഒരു ഓപ്പോസിറ്റിൽ ഒരു ട്രയാങ്കിൾ. അങ്ങനെ 4 ട്രയാങ്കിൾ ചേർന്നാണ് ടെട്രാഹെഡ്രോൺ. ഇനി പെൻറ്റഗൺസ് ഫോം ചെയ്യുന്നതാണ് ഡോഡെക്കാഹെഡ്രോൺ. അതുപോലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വെച്ച് ഫോം ചെയ്യുന്നത് ഏതാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതാണ് ഐക്കോസാഹെഡ്രോൺ. 20 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യുന്നതാണ് ഐക്കോസാഹെഡ്രോൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളോടെ നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഈ ഫിഗറൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കണം. താങ്ക് യു.